അമ്മ ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? എന്താ ചെയ്യാ? എടാ നമുക്ക് അതിലൂടെ ചാടാം. ഈ മിനിമോളൊരു സംഭവം തന്നെ. എല്ലാം കഴിഞ്ഞു. അയ്യോ, എനിക്ക് അങ്ങോട്ട് പോവാൻ പേടിയാവുന്നല്ലോ. ഞാനിപ്പോ എങ്ങനെ അങ്ങോട്ട് പോവാ? എനിക്ക് നല്ലോണം പേടിയാവുന്നുണ്ടല്ലോ. വല്ലാതെ വേറെ വഴിയില്ലല്ലോ. മുത്തശ്ശി വാതിൽ തുറന്നു തരില്ലല്ലോ അതൊന്നും ചെയ്യാതെ. ശരിക്കും എനിക്ക് പേടിയാവുന്നു. അയ്യോ, ആരാ ആരാത്? മുത്തശ്ശി, മുത്തശ്ശി. നിങ്ങളായിരുന്നോ? പേടിച്ചിട്ട് ജീവൻ പോയില്ലാന്നേ ഉള്ളൂ. അതല്ല മിനിമോളെ, നിനക്ക് ഇവിടെ എന്താ പരിപാടി? അത് പിന്നെ അങ്കിളെ, എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ അലക്കാണ്ടായിരുന്നു. ഈ നേരത്തെ ഒറ്റയ്ക്ക് ഇവിടെ വന്നിട്ടാണോ അലക്കുക? നിനക്കെന്താ ഭ്രാന്താണോ? അതന്നെ, എനിക്കെന്നെ ആദ്യം കണ്ടപ്പോ തന്നെ തോന്നിക്കണേ ലേശ പിരി ലൂസ് ഉണ്ടെന്ന്. അങ്കിളെ, അത് പിന്നെ ഞാൻ എന്തായാലും ഇപ്പൊ നീ ഈ പരിപാടിക്ക് നിൽക്കണ്ട. വാ, നമുക്ക് അകത്തേക്ക് കയറാം. അല്ല, നിങ്ങളെന്താ ഇവിടെ? അങ്കിൾ ഇവനെന്താ ഉറങ്ങാത്തെ? എന്തിനാ ഇങ്ങനെ മുറ്റത്ത് നടക്കുന്നേ? അതൊന്നും പറയണ്ട. ഈ മണ്ട നേരെ ചെന്ന് നിന്റെ മുത്തശ്ശിയുടെ റൂമിലേക്ക് കയറിയിരിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് ചാടി രക്ഷപ്പെട്ട് വരിക ജനൽ കൂടെ. എങ്ങനെയൊക്കെ അകത്ത് കയറാൻ വിചാരിച്ചു. ഇപ്പൊ മിനിമോൾ ഇവിടെ പുറംഭാഗം തുറന്നിട്ടുണ്ട്. ഇനിയിപ്പോ അകത്ത് കയറാലോ. സമാധാനമായി. അങ്കിളെ, സമാധാനിക്കാൻ വരട്ടെ. സത്യം പറഞ്ഞ ഇതൊന്നും അലക്കാതെ മുത്തശ്ശി എനിക്ക് അകത്തേക്കുള്ള വാതിൽ തുറന്നില്ല പറഞ്ഞു. ഇതൊക്കെ അലക്കിയിട്ട് മുത്തശ്ശിയുടെ ജനൽ വഴി മുത്തശ്ശിയെ വിളിക്കാനാ എന്നോട് പറഞ്ഞത്. അപ്പൊ വന്ന് വാതിൽ തുറന്നരാ പറഞ്ഞു. എന്ത്? അമ്മ നിന്നെ ഈ നട്ടപ്പാതിരക്ക് പുറത്തിറക്കിനോ? എന്താ അമ്മയ്ക്ക് എന്താ വട്ടാണോ? ഇതൊന്നും ചെയ്യാതെ നിന്നെ അകത്ത് കെട്ടില്ലെന്ന് പറഞ്ഞോ? അതെ, അതാ ഞാനിത് ചെയ്യാൻ വന്നേ. അമ്മക്ക് ഇത്ര ബുദ്ധിയില്ലാതെ പോയല്ലോ നിന്നെയൊക്കെ ഈ നേരത്തെ പുറത്തിറക്കാന്. അയ്യോ, എന്നിട്ട് നീ എന്താ ഇതായിരുന്നു ഞങ്ങളോട് പറയാഞ്ഞേ? അത് പിന്നെ ഞാൻ മുത്തശ്ശിയുടെ കുറ്റം പറയാണെന്ന് വിചാരിക്കില്ലേ നിങ്ങള്? അയ്യോ, ഒരു മുത്തശ്ശി സ്നേഹി. നിന്റെ വർത്തമാനം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു നീയും നിന്റെ മുത്തശ്ശിയും തമ്മില് മാങ്ങ അണ്ടിയും പോലെയാണെന്ന്. അതല്ല, എന്നാലും നീ ഇത് അമ്മ പറയുന്നത് കേട്ട് ഇതുപോലൊക്കെ ചെയ്യാൻ നിൽക്കണോ? നിനക്കറിയുന്നല്ലേ ഈ സമയത്തൊന്നും പുറത്തിറങ്ങാൻ പാടില്ലെന്നേ. മുത്തശ്ശിയോട് വിളിക്കാം, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി അകത്ത് കയറാം. അപ്പൊ അമ്മ തുറന്നു തരാൻ വേണ്ടി വരുമ്പോ ഞങ്ങളെ കാണില്ലേ? അത് ശരിയാ. അയ്യോ, അപ്പൊ എന്ത് ചെയ്യും? നീ അതൊക്കെ അവിടെ വെച്ചിട്ട് എന്റെ കൂടെ വന്നേ. അകത്ത് കയറാൻ എന്റെ കയ്യിൽ മറ്റൊരു വഴിയുണ്ട്. അതിങ്ങ് തന്നെ. അങ്കിള് വേണ്ട, മുത്തശ്ശി അങ്കിളിനെ വഴക്ക് പറയൂ. എന്നെ വെറുതെ സഹായിക്കണ്ട. ഇങ്ങോട്ട് തന്നെ മിനിമോളെ. തരുന്നുണ്ടോ ഇല്ലയോ? ഇനി ഇതുപോലെ അമ്മ വല്ല മണ്ടത്തിനും പറഞ്ഞ കേൾക്കാൻ നിൽക്കരുത്, മനസ്സിലായോ? ഇത് പ്രശ്നാവോ അങ്കിളെ? ഇവക്കെന്താ ഭ്രാന്താ? അനക്ക് ഈ പണിയെടുക്കാനൊക്കെ എത്ര ഇഷ്ടാ? മിനിമോളെ എന്റെ കൂടെ വാ. അപ്പൊ ഞാനാ? നീയും വാ. എന്താ മിനിമോളെ നോക്കി നിൽക്കുന്ന? ചാട്. മിനിമോളെ വേഗം റൂമിലോട്ട് കിട്ടോ, മുത്തശ്ശി കാണുന്നതിന് മുമ്പ്. ഞാനെങ്ങനെ കേറാ? തനിക്കെന്നെ എടുത്ത് പൊന്തിക്കാൻ കഴിയോ? പിന്നല്ലാതെ നീ ചെറിയ കുട്ടി തന്നെയാടാ. അങ്ങനെ അകത്തെത്തി. ആ ടി വി പെട്ടെന്ന് ഓണാക്കിക്കെ, നമുക്ക് മാച്ച് കാണാം. ജപ്പാൻ വേഴ്സസ് ബ്രസീൽ മാച്ച് ഉണ്ട്. മച്ചു, ജപ്പാനായിട്ടാണ് കളി. തോക്കുന്നാ തോന്നണത്. അയ്യോ, അതിന് നിന്റെ അഭിപ്രായം ആരും ചോദിച്ചില്ലല്ലോ. എന്തായാലും നിങ്ങൾ ജപ്പാനൊക്കെ തോക്കും, നിങ്ങക്ക് ഉറപ്പാണ്. മോനെ, ഇന്നത്തെ കളിയിൽ എങ്ങാനും ബ്രസീലിൽ തോറ്റി കഴിഞ്ഞാ ഞാൻ നിനക്കുണ്ടല്ലോ 10,000 രൂപ അങ്ങ് തരും. ലോട്ടറി അടിച്ചല്ലോ. അല്ല മോനെ, അപ്പൊ ജപ്പാൻ തോറ്റാ നീ എന്താ തരാ? ഇന്നത്തെ കളിയിൽ എങ്ങാൻ ജപ്പാൻ തോറ്റാണ്ടല്ല, ഞാൻ നിങ്ങൾ എന്റെ പെരയെ കൊണ്ടുപോയിട്ട് പള്ള നിറച്ചും ബിരിയാണി ജമ്മച്ചിലൊക്കെ ഉണ്ടാക്കിപ്പിച്ചരാം. അത് പിന്നെ കൊണ്ടെടുക്കോളൂ.
ആ മിക്കവാറും അത് നടക്കാൻ പോകുന്നേ. കളി കാണുന്നേ ആദ്യം. കട്ട ബ്രസീൽ ഫാൻ ആണല്ലോ. ആ പേര് വെറുക്കാതെ കളി കാണാൻ നോക്ക്. എന്റെ മോനെ, ജപ്പാൻ ഏത് കളി! എങ്ങനെയല്ലേ പറയുന്നു, ബ്രസീലിനെ തോപ്പിച്ചാ മതിയായിരുന്നു. മോനെ പൊളിച്ച്. നിങ്ങൾ നെയ്മറിന് എന്താ അവിടെ ഷോക്കേസിൽ വെച്ചിക്ക? എടാ നീ ആരെ വേണമെങ്കിലും പറഞ്ഞോ, എന്നെ നെയ്മറിനെ എന്തെങ്കിലും പറഞ്ഞല്ലോ ഇവിടുന്ന് എടുത്താൽ കയറിയ നിന്നെ. ഹലോ, അദ്ദേഹത്തിന് എത്രത്തോളം ഇഞ്ചുറി ഉണ്ടെന്ന് അറിയാം നിനക്ക്? നീയൊക്കെ കാലുകൊണ്ട് പന്ത് തട്ടിയിട്ടുണ്ടോടാ? അദ്ദേഹത്തിന് എത്രത്തോളം ഇഞ്ചുറി ഉണ്ടായിട്ടും അദ്ദേഹം തിരിച്ച് കളിക്കാൻ വന്നില്ലേ? ആ ഒരു ഡെഡിക്കേഷൻ നോക്കണം നീ. അദ്ദേഹത്തിന് ഇഞ്ചുറീസ് കൊണ്ടല്ലാതെ ആർക്കും തടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാ ഇങ്ങനെ ഫൗൾ കളിക്കുന്ന അദ്ദേഹത്തിനെതിരെ. അതുകൊണ്ട് കോച്ച് അദ്ദേഹത്തെ ഇറക്കാത്ത. മനസ്സിലായോ? ഓ മനസ്സിലായി. ഓ പിന്നെ തൊട്ടാവാടി തൊട്ടാ കൊയിഞ്ഞാട്. നീ തീർന്നടാ. ഇഞ്ഞ മോനെ, നിന്റെ ആടിന്റെ കാര്യമൊക്കെ ഞാൻ അങ്ങ് മറക്കും. നിന്നെ ഉണ്ടല്ലോ ഇവിടുന്ന് തൂക്കിയെടുത്ത കാട്ടിലൂടെ എറിയും ഞാൻ. എന്താണ് ബ്രോ, നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ അങ്ങോട്ട് പോവേ. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ പോവാം. നിന്റെ വാ പൂട്ടി വെച്ച് ഇത് കാണുമെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ പോവാം. പിന്നെന്താ, നമ്മള് നല്ല പോലെ കണ്ടോളാല. ഉപ്പായിട്ട് കജ്ജടിക്ക്. എന്ത് പറഞ്ഞാൽ ഞാൻ സഹിക്കും. എന്റെ നെയ്മറിനെ എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ. ഇനി ഒന്നും പറയില്ല, നമുക്ക് ബാക്കി കളി കാണാല്ലേ.